നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. പുരുരുട്ടാതി നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. 1202 ചിങ്ങം മുതൽ കർക്കടക മാസം വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ്. അപ്പോൾ ഈ പുരുരുട്ടാതിക്ക് 2 രാശിക്കൂറുണ്ട്. കുംഭക്കൂറുകാർക്കും മീനക്കൂറുകാരും ഉണ്ട്. അപ്പൊ കുംഭക്കൂറുകാർക്ക് 7-2 ശനി എന്ന് പറയുന്ന ഒരു ദോഷം കുംഭക്കൂറുകാർക്കും മീനക്കൂറുകാർക്കും ഉണ്ട്. കുംഭക്കൂറുകാർക്ക് 2028 കൂടി 7-2 ശനി തീരും. മീനക്കൂറുകാർക്ക് വീണ്ടും 2.5 കൊല്ലവും കൂടെ ഉണ്ട്. 7-2 ശനി എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. ഈ വർഷം തന്നെയാണ് ശനി നമ്മളെ കൂടെ സഞ്ചരിക്കുന്നത്. അപ്പൊ കുംഭക്കൂറുകാർക്ക് മീനക്കൂറുകാർക്ക് 7-2 ശനി കിടന്ന നാനാ രോഗം ഒന്നും മാറി ഓരോ അസുഖങ്ങൾ, സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്കൊക്കെ തടസ്സം. സാമ്പത്തികം എത്ര ലക്ഷം രൂപ കയ്യിരുന്നാലും അതങ്ങ് പോകും. ആൾക്ക് ജാമ്യം നിൽക്കാനും പൈസ കൊടുക്കാനും റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റുകൾ, പൈസ മുതൽ മുടക്കി ആദായം വർദ്ധിപ്പിക്കുന്ന പരിപാടികളിലൊന്നും നമുക്ക് ശോഭനം വരൂല. കൈയിരിക്കണത് പോവാതെ സൂക്ഷിക്കണം. അങ്ങനെ കൊണ്ട് സ്ഥാനമാനം നമുക്ക് കിട്ടേണ്ടുന്ന സ്ഥാനവും മാനവും ഒക്കെ പോവും. അപ്പൊ നിങ്ങൾക്ക് പ്രൊമോഷൻ, സാലറി, പ്രോഫിറ്റ് ഇതൊക്കെ കിട്ടണില്ലെന്നും കൊണ്ട് ജോലി കളയരുത്. അധികാരികളുടെ വിരോധം കൊണ്ട് നിങ്ങളുടെ ജോലിയും അധികാരവും ഒക്കെ തള്ളിയിടാനും നിങ്ങൾക്ക് ചെയ്യാത്ത കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും നമ്മളെ മണ്ടയിൽ അടിച്ചേൽപ്പിച്ച് കുറ്റക്കാരാന്ന് പറഞ്ഞ് നമ്മളെ ചവിട്ടി പുറത്താക്കാനും ജോലിയിൽ നിന്ന് പുറത്താക്കാനും അധികാരങ്ങൾ നിഷേധിക്കാനും കോടതി കേസ് വഴക്കുകളുണ്ടാകാൻ, നിങ്ങളൊരു നിയമജ്ഞനാണെങ്കിൽ പോലും കുറ്റവാളിയാവാനും, ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനില്ല ജയിലിലാ കിടക്കാനും, ED, ഇൻകം ടാക്സ്, ബാങ്കുകാരുടെ ജപ്തി ഇതൊക്കെ വരാനും ഒക്കെ യോഗമുള്ള സമയം. അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാലേ പറ്റും. കൂടുതൽ കടങ്ങളൊന്നും വരുത്തി വയ്ക്കാതെ ഉള്ള കടം എങ്ങനെയെങ്കിലും എഴുതി വെച്ചെങ്കിലും കടം തീർത്താൽ നമുക്ക് അത്രയും ആശ്വാസം കിട്ടും. ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ ബാങ്കിൽ കൊണ്ടുവന്ന് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കടവും തീരുന്ന മാത്രമല്ല സേവിങ്സും ഉണ്ടാവും. ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഈ പലിശയും മുതലും കൂടെ എടുത്ത് നമുക്ക് വീട് വയ്ക്കാനോ വസ്തു വാങ്ങിക്കാനോ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു വാങ്ങിക്കാനൊക്കെ നമുക്ക് പറ്റും. അതുകൊണ്ട് വീടും വേണം വസ്തുവും വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പക്ഷേ എങ്കിലും കടം തീർത്തില്ലെങ്കിൽ ബാങ്കുകാർ കൊണ്ടുപോകുന്നതിനേക്കാളും നമുക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നതിനേക്കാളും എത്രയും നല്ലത്. അങ്ങനെ 7-2 ശനി സ്ഥാനമാനങ്ങൾ പോവും. അതുകൊണ്ട് രാഷ്ട്രീയം, പൊതുപ്രവർത്തനം, സംഘം, സമുദായം എവിടെ പ്രവർത്തിക്കുന്ന ഒരാളിനും അല്ല പ്രൊമോഷൻ കിട്ടില്ല, സാലറി കിട്ടില്ല, പ്രോഫിറ്റ് കിട്ടില്ല എന്നുകൊണ്ട് ഇത് കളഞ്ഞിട്ട് വേറൊരു ജോലിയെ കൂടെ അന്വേഷിച്ച് പോവാൻ ശ്രമിക്കും. വേറെ ജോലി കിട്ടാൻ പാടാണ്. അപ്പോൾ ഉള്ള ജോലി ഉറച്ചു നിൽക്കുകയും പുതിയ ജോലി നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന തരത്തിലുള്ള ജോലികൾ കിട്ടണമെങ്കിൽ ഇത് കളഞ്ഞിട്ട് അതിൽ പോവാം. ഇല്ലാതെ ഒന്ന് കളഞ്ഞിട്ട് വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ആഗ്രഹം നല്ലതാണെങ്കിലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടുള്ളത് പിടിച്ച് നിൽക്കണം. അങ്ങനെ സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള സുഖത്തിന് വന്നു. അമ്മയും കുഞ്ഞമ്മയും വല്യമ്മയും അമ്മമ്മയും അമ്മാവി എല്ലാ അമ്മമാരും ശത്രുക്കളാവണ സമയം. കാരണം രാമലക്ഷ്മണന്മാര് രാജ്യവും ഭരണവും അധികാരവും ഒക്കെ നഷ്ടപ്പെട്ട് വനത്തിക്കേറിയ സമയമാണ് 7-2 ശനി. അങ്ങനെ 7-2 ശനി നിങ്ങൾക്ക് രാജാവായിട്ട് ജീവിക്കുന്നതിന് പോയാൽ എല്ലാം നഷ്ടപ്പെട്ട് വനത്തിൽ കയറുന്നത് പോലുള്ള പ്രയാസം. അങ്ങനെ സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുള്ള സുഖത്തിന് വന്നു. പ്രംശഞ്ചാന്ന് വെച്ചാൽ വീടും പൂർവിക വസ്തുക്കളൊക്കെ വിറ്റിട്ട് വേറെ രാജ്യത്ത് വന്നു, വേറെ സ്ഥലത്ത് വന്നു തോന്നും. ആ ജീവിതത്തിൽ കൊടുക്കൂലെന്ന് പറഞ്ഞ വസ്തുക്കളൊക്കെ വിൽക്കണമെന്ന് തോന്നും. അങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടായിട്ടും എല്ലാം കയ്യിൽ നിന്ന് തെറിച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാർ, വ്യാപാരം, വസ്തുവകകൾ, വാഹനങ്ങളൊക്കെ ഉള്ളത് എല്ലാം വിറ്റ് കുറേശ്ശെ വിറ്റ് ഹീറോ ആയിട്ട് ജീവിച്ചിരുന്ന ഒരാൾ ഹീറോ ആയിട്ട് വരുന്ന സമയമൊക്കെയാണ് ഈ പൂരുട്ടാതി കുംഭക്കൂർ. പിന്നെ വേഴഗ്രഹം 6 നിൽക്കുമ്പോഴും ഉണാർത്ത ചോര, ക്ഷത, രോഗ, ശത്രുണബാധ്യത, ക്ഷതം, രോഗം, ശത്രു ഇതൊക്കെ ഉണ്ടാവും. മക്കളോട് ശത്രുത, ബന്ധുക്കളോട് വിരോധം, സാമ്പത്തിക ഇടപാടുകൾ നിമിത്തമുള്ള കലഹം, ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് ഇതിലൊക്കെ കഷ്ടനഷ്ടങ്ങൾ ഇതൊക്കെ വരുന്ന സമയം. പിന്നെ വേഴൻ അടുത്ത കൊല്ലം 2027 6-ാം മാസം കഴിഞ്ഞാൽ 7 വരും. അവിടം വരെ നമ്മളൊന്ന് സൂക്ഷിക്കണം. അവിടം വരെ നമുക്ക് 7-2 ശനിയും ഈ 6-ലെ വേഴനും കുംഭക്കൂറുകാർ ഒരുപോലെ അലട്ടുന്നത് സമയം. മീനക്കൂറുകാർക്ക് ശനി ആരുടത്തി ലഗ്നത്തിൽ ജനിച്ച കൂറിൽ നിൽക്കുന്ന സമയം. വേഴ 5 വന്ന സമയമാണ്. പിന്നെ 6-ലും വരും, വീണ്ടും 5-ൽ വരും. അപ്പൊ 7-2 ശനിയുടെ ജന്മശനിയാണ്. അത് ഭാവിയിൽ ലഗ്നഗതയെ പരാജയം പോണ കാര്യങ്ങൾക്കൊക്കെ
തടസ്സങ്ങൾ വരും. പരാജയം എന്ന് പറയുമ്പോൾ എന്തെന്ന് പറയാം, നിങ്ങൾ പോണ കാര്യങ്ങൾക്ക് വിജയം കിട്ടിയാലും ഒരു സെലക്ഷൻ കിട്ടിയാലും ജോലി കിട്ടിയാലും അത് പാടെന്നും കരുതി കളഞ്ഞിട്ട് വന്നാൽ അത് പരാജയമാവണം ജീവിതത്തിൽ. ഒരു പെണ്ണ് കെട്ടി അവള് സ്നേഹം കാണിക്കലെന്നും പറഞ്ഞ് അവളെ കളഞ്ഞാൽ അത് പരാജയം. ഒരു മാപ്പിളയുണ്ട് അവനെ കളഞ്ഞിട്ട് വേറെ ജീവിതം നോക്കാമെന്ന് അത് പരാജയം. ഉള്ള ജീവിതം ഭാര്യ ഭർത്താവ് കുടുംബം ബന്ധമൊക്കെ തകരാറാവാതെ നമ്മൾ സൂക്ഷിച്ചോണം. നമുക്കുള്ളത് നിലനിർത്താനും വേറെ കുരുക്കുകളിൽ ചെന്ന് ചാടാതിരിക്കാനും സൂക്ഷിക്കണം. നമ്മളെ വീട്ടിലുള്ളവരെക്കാളും സ്നേഹം നാട്ടിലുള്ളവർക്കെന്ന് തോന്നിയാണ് പലവരും വീട്ടിൽ നിന്ന് കലവിച്ച് നാട്ടുകാരോട് പോണത്. അതോടുകൂടി പ്രശ്നങ്ങൾ വീട്ടിലും നാട്ടിലും നമുക്ക് ബന്ധുക്കളുടെയിലും ഒക്കെ ഉണ്ടാകും. കൂടുതലും ഫാമിലി ലൈഫിൽ ഭാര്യാഭർത്തൃ കുടുംബ ബന്ധങ്ങൾക്ക് തകരാറ് വരാതെ സൂക്ഷിക്കും. അങ്ങനെ ശിരോരുക്ക് തലവേദന, കണ്ണുവേദന, മൂക്കുവേദന, തൊണ്ടവേദന, പിന്നെ ശിരസ്സെന്ന് വെച്ചാൽ തല എന്നാണ്, ദുഃഖം എന്ന് വെച്ചാൽ രോഗമാണ്. മാനസിക രോഗിയെ പോലെ നമ്മൾ അങ്ങ് ടെൻഷൻ അടിക്കും. ദുഃഖം മനസ്സിന് ഭയങ്കര ദുഃഖവും ദുഷ്കീർത്തി പേരുദോഷങ്ങളും സ്ഥാനഭ്രംശം, വീടും നാടും വിട്ടു പോകാനുള്ള ചിന്തകൾ, ജോലി വിട്ടു പോകാൻ തോന്നുന്ന ചിന്തകൾ, നമുക്ക് നല്ല വരുമാനം കിട്ടണ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന അവസ്ഥകളും, ഭ്രംശഞ്ചാന്ന് വെച്ചാൽ ആൾ എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റാതെ ഏതെങ്കിലും നമുക്കറിയാത്ത ഒരു രാജ്യം, നമ്മളറിയാത്ത എന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമുക്ക് ജനങ്ങൾ അറിയാത്ത സ്ഥലത്ത് അജ്ഞാതവാസം ഉണ്ടാകുന്ന സമയം. അജ്ഞാതവാസം ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട, എന്നെ ആളുകൾ തിരിച്ചറിയാൻ പാടില്ല എന്നൊക്കെ തോന്നി നമുക്ക് ചില താല്പര്യങ്ങളൊക്കെ തോന്നി ഒളിച്ച് ജീവിക്കാൻ വരെ തോന്നുന്ന അവസ്ഥ. അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. എന്നാൽ നമുക്ക് വേറെ ഉച്ചസ്ഥിതനായിട്ട് 5 വരുന്നത് കൊണ്ട് നോക്കിക്കൊള്ളാം. 5 വേഴം വരുമ്പോൾ പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യം ദീ പ്രതിബോധയശ മനസന്തുഷ്ട പുണ്യോദയ. സന്താനലാഭം, ആരോഗ്യം, ബുദ്ധി, മനസ്സിന് സന്തോഷം, പുണ്യം ഇതൊക്കെ. അപ്പോൾ സന്താനങ്ങൾക്ക് വിദ്യയും ഉദ്യോഗവും വിവാഹവും ഐശ്വര്യവും അഭിവൃദ്ധിയും, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളുണ്ടാകാനുള്ള യോഗവും, മരുന്നും മന്ത്രവും കൊണ്ട് രോഗവും തടസ്സവും വിഷമവും ഒക്കെ മാറി കിട്ടാനുള്ള യോഗം, അഥവാ ആരോഗ്യം, നമ്മുടെ അസുഖങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യം കിട്ടാനുള്ള യോഗം, ബുദ്ധിശക്തി കിട്ടാനുള്ള യോഗം, പ്രതിബോധയേശ. പ്രതിഭയെന്ന് വെച്ചതാണ് ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും പോയി വിജയിച്ച ആളാണ് പ്രതിഭ. മത്സരത്തിലും പരീക്ഷയിലും വിദ്യയിലും ഒക്കെ വിജയം, പിന്നെ ജീവിത നേട്ടങ്ങളെല്ലാം കിട്ടും. നമ്മൾ വർഷങ്ങൾ കൊണ്ട് നേടണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടി ജയിക്കാൻ പറ്റുന്ന സമയം. ഒരു ജോലി കിട്ടണമെന്ന് പരിശ്രമം ജോലി കിട്ടുന്ന സമയം. പക്ഷെ ഈ ലഗ്നത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ജോലി കിട്ടിയാൽ ഈ ട്രെയിനിങ് പീരീഡിൽ തന്നെ കളായിട്ട് വരരുത്. അങ്ങനെയുള്ള കുരുക്കുണ്ട്. അങ്ങനെ മനസ്സിന് സന്തോഷവും പുണ്യവും കിട്ടും. അപ്പോൾ ഒരു ഗ്രഹം പിഴച്ച് നിൽക്കണമെങ്കിൽ മറ്റൊരു ഗ്രഹം അനുകൂലത്തിൽ നിൽക്കുമ്പോൾ പിഴച്ച് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഗുണം കിട്ടൂ, അനുകൂലിച്ച് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഗുണം കിട്ടൂ എന്നൊരു ചോദ്യം വരും. കാരണം വേഴഗ്രഹത്തിനാണ് സൗരയുഗത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ വേഴ അനുകൂലിച്ച് നിന്നാൽ ലക്ഷം ദോഷം ഗുരുർ ഹന്തി, മാന്തി ദോഷം ഗുരുർ ഹന്തി എന്നൊക്കെ പറയുന്ന ഒരു യോഗമുണ്ട്. അതുകൊണ്ട് ഈ വേഴൻ നമുക്ക് നല്ല അനുകൂലത്തിൽ നിൽക്കുന്ന സമയം സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും സന്താനപരമായിട്ടും അഭിവൃദ്ധിക്കും കാര്യത്തിനൊക്കെ പുരോഗതിക്കും. തടസ്സം, കേസ്, ശത്രുക്കള്, അപകടം, അസുഖങ്ങൾ ഇതൊക്കെയാണ് ശനി. അപ്പൊ അതിനാണ് നമുക്ക് പരിഹാരം ചെയ്യാറ്. അപ്പൊ ശനി നിൽക്കുന്നത് കൊണ്ട് ദോഷവും പറയണം, വേഴ 5 നിൽക്കുന്നതിൻ്റെ പേരിൽ നല്ലതും പറയണം. അപ്പൊ രണ്ടും കൂടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏതാണ് വേഴത്തിന്റെ അനുഗ്രഹമാണ്. അത് കൂടാതെ മീനരാശിക്കൂറുകാരുടെ ജനിച്ച രാശിയുടെ അധിപനാണ് വേഴൻ. ആ വേഴം ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ ഗുണങ്ങളും ഉച്ചത്തിലെത്താനുള്ള യോഗങ്ങളും ഉണ്ട്. അങ്ങനെ സിംഹസ്ഥിതേത് അനുപദോ സദനസ്സ വീരാം ജയതാം ദുഷാം കലുഭവേൽ പ്രഥമാന തേജസദനം. പൈസ കിട്ടും, ഉത്സാഹം കിട്ടും. ജയതാവ് എന്ന് വെച്ചാൽ ഏത് കാര്യത്തിലും മുറുക്കാൻ കട തുടങ്ങുന്നു, സൂപ്പർ മാർക്കറ്റായിട്ട് മാറും, ഏജൻസി, ബിസിനസ്, കോൺട്രാക്ട്, വിദ്യ, ഉദ്യോഗം എല്ലാത്തിനും മെച്ചം കിട്ടും. അഭിമാനം, തേജസ്, ഐശ്വര്യം ഇതൊക്കെ കിട്ടും. ഈശ്വരഭക്തി കൂടും. പുണ്യസ്ഥലങ്ങളിലും ദേവസ്ഥാനങ്ങളിലും ഒക്കെ നമുക്ക് പോകാനും വേദങ്ങൾ പുരാണങ്ങളൊക്കെ പഠിക്കാനും പുതിയ പുതിയ അറിവുകൾ കിട്ടാനും ചെറിയ അറിവുകളും കഴിവുകളും കൊണ്ട് വലിയ മെച്ചപ്പെട്ട പാണ്ഡിത്യം സൃഷ്ടിക്കാനും നിങ്ങളെ റിസർച്ചുകൾ കാര്യങ്ങൾ ഉന്നത വിദ്യകളൊക്കെ പഠിക്കുന്നവർക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാൻ, ജോലി കിട്ടാൻ, അധികാരം കിട്ടാൻ, അഭിവൃദ്ധി കിട്ടാനൊക്കെ യോഗമുള്ള സമയം കൂടെയാണ് ഈശ്വരൻ അനുകൂലിച്ച് നിൽക്കുന്ന കാലഘട്ടം. അപ്പം അതുകൊണ്ട് നമ്മളെ തടസ്സങ്ങൾ മാറാനുള്ള പൂജകളും പരിഹാരങ്ങളും ചെയ്യണം. അത് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജ, ശത്രുന്മാരെ പൂജ, സരസ്വതി പൂജയൊക്കെ ചെയ്യണം. പഠിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ ദോഷം. പിന്നെ ഈ കുടുംബകലഹം മാറിക്കിട്ടാൻ ഒരു പ്രധാന പൂജ ചെയ്യണം, ദീർഘമാംഗല്യ പൂജ. അത് ഭാര്യയ്ക്കും ഭർത്താവിനും നല്ലത്.
ദീർഘസുമംഗലി പൂജ എന്ന് പറയുന്നത്, അത് ഭർത്താവിന് ദീർഘായുസ്സും ഐശ്വര്യമൊക്കെ കിട്ടാൻ. നമ്മൾ ഈ സമയത്ത് വീട്ടിലെ പെണ്ടാട്ടിയുടെ കല കൊണ്ട് ഭർത്താവ് കലവിച്ചോണം നല്ലതാണ്, മരിച്ചറിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരോടും സ്നേഹമായിട്ട് തന്നെ ഇടപെടുമ്പോൾ ജീവിതം സന്തോഷത്തോടും ഐശ്വര്യത്തോടു കൂടി ആയിരിക്കും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം വഴിപാട് പൂജയൊക്കെ ചെയ്താൽ നല്ലതാണ്. എല്ലാ അമ്പലത്തിനും ഗുണം കിട്ടും. കാലനൊരു പ്രത്യേക രീതിയാണ്. കാലൻ്റെ കാലനാണ് ഈ നമ്മുടെ കാലഭൈരവൻ. ഇത് ജാതകം പരിശോധിക്കണമെങ്കിൽ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ തന്നെ വാട്സപ്പിൽ അയച്ചാൽ നോക്കി അയക്കാം. കാലഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ കൂടി അറിയിക്കണം. എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.